ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പെരുന്നാൾ നിസ്കാരം വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പെരുന്നാൾ നിസ്കാരം എന്ന് പറയുമ്പോൾ രണ്ട് പെരുന്നാളുണ്ട്. ബലിപെരുന്നാൾ നിസ്കാരം, അതുപോലെ ചെറിയ പെരുന്നാൾ നിസ്കാരം. സാധാരണ നമ്മൾ നിസ്കരിക്കും പോലെ തന്നെ ചെറിയൊരു മാറ്റം. ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ നമ്മൾ എക്സ്ട്രയായി അധികമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിനുള്ള സമയം ആരംഭിച്ചു. എങ്കിലും സൂര്യൻ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. നിയ്യത്ത് വെക്കുമ്പോൾ വലിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ വലിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നെങ്കിൽ ഇമാമിൻ്റെ കൂടെ മഅൽ ഇമാമി, ഇമാമിനെ തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കൂടെ കരുതുക. ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ ചെറിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ ഇമാമോടുകൂടി എന്ന് പറയേണ്ടതില്ല, കരുതേണ്ടതില്ല. അങ്ങനെ സാധാരണ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുന്നത് പോലെ കൈകെട്ടുക, എന്നിട്ട് വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ഓതിയതിനു ശേഷം 7 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈ കെട്ടണം. 7 പ്രാവശ്യം. പതുക്കെ അല്ല, പെരുന്നാൾ നിസ്കാരത്തിൽ ഉറക്കെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിൽ പതുക്കെയാണെങ്കിലും ഇമാമ് മാത്രമാണ് മയ്യത്ത് നിസ്കാരത്തിൽ ഉറക്കെ ചൊല്ലുക. പക്ഷെ പെരുന്നാൾ നിസ്കാരത്തിൽ എല്ലാവരും ഉറക്കെ ചൊല്ലണം. ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും 7 തക്ബീറും ഉറക്കെ ചൊല്ലണം. അതിനിടയിലുള്ള ദിക്ർ പതുക്കെ ചൊല്ലണം. ഓരോ ഈ 2 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്ർ എല്ലാവർക്കും അറിയാം. ഇത് ഓരോ തക്ബീറുകൾക്കിടയിലും ചൊല്ലണം. അങ്ങനെ 7 തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ 7 തക്ബീർ ചൊല്ലി ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും കൈ ഉയർത്തി കെട്ടണം. 7 തക്ബീർ കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹയും സൂറത്തും ഓതണം. അഊദു ബിസ്മി ഫാത്തിഹ, പിന്നെ സൂറത്ത് അറിയുന്ന സൂറത്ത് ഓതാം. പ്രത്യേകമായിട്ട് സുന്നത്ത് ആയിട്ട് വന്നിട്ടുള്ള സൂറത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് ഖാഫ്, അതുപോലെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖമർ, ഇഖ്തറബത്തിസ് സഅതു വൻശഖൽ ഖമർ. അത് ഓതുന്നില്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അല, രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഖാശിയ. അങ്ങനെ നമ്മൾ 7 തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി റുക്കൂഇലേക്ക് പോകുന്നു. ഇഅ്തിദാല്, പിന്നീട് സാധാരണ പോലെ സുജൂദ് കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു തക്ബീർ ഉണ്ട്. ആ തക്ബീർ കൂടാതെ 5 തക്ബീർ ചൊല്ലണം. ഓരോ ഈ 2 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പതുക്കെ ചൊല്ലണം. ഈ 5 തക്ബീർ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തന്നെ ചൊല്ലണം. വീട്ടിൽ സ്ത്രീകളും നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ അവർ ഇങ്ങനെ നിസ്കാരം അവർ നിർവഹിക്കണം. ഇതുപോലെ തക്ബീർ ചൊല്ലിക്കൊണ്ട് തന്നെ നിസ്കാരം നിർവഹിക്കണം. പക്ഷെ അവർ പുരുഷന്മാർ ശബ്ദം ഉയർത്തുന്നത് പോലെ അങ്ങനെ ഉയർത്തേണ്ടതില്ല. അപ്പം വീട്ടിൽ സ്ത്രീകൾക്കും ഇത് നിർവഹിക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കുന്നെങ്കിൽ വീട്ടിൽ ജമാഅത്തായിട്ട് നിർവഹിക്കാം. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നിസ്കാരം ആരംഭിക്കാവുന്നതാണ്. പിന്നെ പുരുഷന്മാർ പള്ളിയിലൊക്കെ ജമാഅത്തായിട്ട് നിർവഹിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാർ ജമാഅത്തായിട്ട് നിർവഹിച്ചതാണെങ്കിൽ ആ നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ, ജുമുഅക്ക് ഖുതുബ നടത്തും പോലെ 2 ഖുതുബ നിർവഹിക്കൽ സുന്നത്തുണ്ട്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകം ഖുതുബ നിർവഹിക്കേണ്ടതില്ല. അവർക്ക് നിസ്കാരം നിർവഹിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ, മുഖയ്യദായ തക്ബീർ സുന്നത്തുണ്ടല്ലോ. അതുപോലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീറും ചൊല്ലൽ സുന്നത്തുള്ള തന്നെയാണ്. അത് 5 ദിവസവും ആ തക്ബീർ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും
ചൊല്ലൽ സുന്നത്തുണ്ടല്ലോ. അറഫ ദിവസത്തിൻ്റെ സുബഹ മുതൽ അയ്യാമത്ത് തശ്രീക്കിൻ്റെ അവസാനം വരെ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ധാരാളം പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.